ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ ഭാരതത്തിലെ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. രാമായണം രചിച്ചിരിക്കുന്നത് ത്രേതായുഗത്തിലാണെങ്കിൽ മഹാഭാരതം രചിച്ചിരിക്കുന്നത് ദ്വാപരയുഗത്തിലാണ്. അതുപോലെ തന്നെ രാമായണത്തിൻ്റെ രചയിതാവ് വാൽമീകിയാണ്. രാമായണത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് രാമായണം, മറ്റൊന്ന് ഉത്തര രാമായണം. ഇനി ഞാനിവിടെ ഉത്തര രാമായണത്തിൽ അടങ്ങിയിരിക്കുന്ന കഥകൾ എന്തെല്ലാമാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉത്തര രാമായണത്തിലേക്ക് മെല്ലെ യാത്രയാവാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, രാമായണം ത്രേതായുഗത്തിൽ രചിച്ചതാണ്. ഇതിൻ്റെ രചയിതാവ് വാൽമീകിയാണ്. ഈ രാമായണത്തിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് ഉത്തര രാമായണം. വാൽമീകി മഹർഷി പറഞ്ഞ ഈ ഉത്തര രാമായണം ഉത്തമോത്തമവും മോക്ഷദായകവുമാണ് എന്നാണ് പറയുന്നത്. രാക്ഷസകുലത്തെ, അതായത് രാക്ഷസകുലത്തെ യാഗമാനം നശിപ്പിച്ച ശ്രീരാമദേവൻ ദേവഗണങ്ങളുടെ പൂജകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ കയറി സീതയോടും ലക്ഷ്മണനോടും അതുപോലെ തന്നെ ഹനുമാനോടും ചേർന്ന് അയോധ്യയിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ 14 ലോകങ്ങളും കാത്തു പരിപാലിച്ചുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുകയുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ധാരാളം മുനിശ്രേഷ്ഠന്മാർ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു. ഈ മുനിശ്രേഷ്ഠന്മാരെല്ലാവരും അയോധ്യയിലേക്ക് വരുന്നത് ശ്രീരാമദേവനെ ഒരു നോക്ക് കാണുവാനും അദ്ദേഹത്തിനോട് സംസാരിക്കുവാനും അദ്ദേഹവുമായി അല്പസമയം ചെലവിടാനും സന്തോഷത്തോടെ തിരിച്ചു പോകാനുമാണ്. കിഴക്ക് നിന്നും കണ്വ മഹർഷി, തെക്ക് നിന്നും കൗശിക മഹർഷി, അഗസ്ത്യ മഹർഷി തുടങ്ങിയവരും, പടിഞ്ഞാറ് നിന്നും ദൗമ്യാധിക മഹർഷികളും, വടക്ക് നിന്നും വിശ്വാമിത്ര മഹർഷിയും ജമദഗ്ന മഹർഷിയും ഗൗതമ മഹർഷിയും അത്രി മഹർഷിയും കൗശിക മഹർഷിയും ഭരദ്വാജ മഹർഷിയും വസിഷ്ഠ മഹർഷിയും ഒക്കെ അയോധ്യയിലേക്ക് ശ്രീരാമദേവനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നു. അയോധ്യയിലെത്തിയ മഹർഷിമാരെല്ലാവരും തന്നെ അവിടെ നിൽക്കുന്ന ദ്വാരപാലകനോട് ഞങ്ങൾ മഹർഷിമാർ അയോധ്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും ശ്രീരാമദേവനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും വന്നതെന്നും ഈ വിവരം ശ്രീരാമദേവനോട് ചെന്ന് അറിയിക്കുകയെന്നും വളരെ വിനയപൂർവ്വം തന്നെ മഹർഷിമാർ ദ്വാരപാലകനോട് പറഞ്ഞു. അങ്ങനെ ദ്വാരപാലകൻ മുൻശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ കേട്ട് അഗസ്ത്യാദികളായ താപസ ശ്രേഷ്ഠന്മാരെല്ലാം കൊട്ടാരവാതിക്കൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നും ശ്രീരാമദേവനെ നേരിൽ കാണാൻ എത്തിയതാണെന്നും രാമദേവനെ അറിയിച്ചു. ഈ വാക്കുകൾ കേട്ട ശ്രീരാമദേവൻ ഉടൻ തന്നെ കൊട്ടാരവാതിൽക്കലേക്ക് എത്തുകയും അവിടെ തനിക്കായി കാത്തു നിൽക്കുന്ന മുനിശ്രേഷ്ഠന്മാരെ ആദരപൂർവ്വം ക്ഷണിച്ച് പാദപൂജകൾ ചെയ്ത് കൊട്ടാരത്തിനുള്ളിലേക്ക് ആനയിച്ചു. യഥാവിധി പാദപൂജകൾ ചെയ്ത് ക്ഷണിച്ചിരുത്തിയതിനു ശേഷം ശ്രീരാമദേവൻ പൂർണ്ണചന്ദ്രനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന്. ശ്രീരാമദേവന്റെ ഈ സ്നേഹാന്വേഷണം കേട്ട മുനിമാരെല്ലാവരും തന്നെ ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ പ്രതിവചിച്ചു, രാക്ഷസ നിഗ്രഹം ചെയ്ത് സീതയോടൊപ്പം ഈ അയോധ്യ രാജ്യം, ഈ രാമരാജ്യം ഭരിക്കുന്ന അങ്ങയെ കാണുന്നതിൽ പരം സുഖമെന്താണ്, സന്തോഷമെന്താണ്? ഭൂമിക്ക് ഭാരമായ രാവണനെ നിഗ്രഹിച്ചതിൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇപ്പോൾ അങ്ങയെ പുകഴ്ത്തി പാടുകയാണ്. എന്നാൽ ഈ പുകഴ്ത്തലുകളൊക്കെയും ശുദ്ധ അസംബന്ധവും അറിവില്ലായ്മയുമാണ്. കാരണം ഈ ലോകത്തിന് വിജയിക്കാൻ കരുത്തുള്ള അങ്ങ് കേവലം ഒരു രാവണനെ കൊന്നതിൽ, നിഗ്രഹിച്ചതിൽ എന്താണ് ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? എന്നാൽ രാവണന്റെ മകൻ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ കൊന്നത്, വധിച്ചത് ഭയങ്കര ആശ്ചര്യം തന്നെയാണ്. അഗസ്ത്യമുനിയുടെ ഈ താരതമ്യം പറയുന്നത് കേട്ട് അല്പനിമിഷം ശ്രീരാമദേവൻ നിശബ്ദനായിരുന്നു. എന്നിട്ട് പതിയെ ചോദിച്ചു, 3 ലോകങ്ങൾക്കും ദോഷകാരിയായ ഭീഷണിയായ രാവണനേക്കാൾ ഇന്ദ്രജിത്തിനെ പുകഴ്ത്തി പറയാൻ, പ്രശംസിക്കാൻ എന്താണ് കാരണം?
അത്രയും കരുത്തനാണോ ഈ ഇന്ദ്രജിത്ത്? രാവണന്റെ മകനായ ഇന്ദ്രജിത്തിനെ കുറിച്ച് മുഴുവനായും വ്യക്തമായും അറിയാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. ശ്രീരാമദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. രാമായണത്തിൽ രാവണന്റെയും മണ്ഡോദരിയുടെയും മൂത്ത പുത്രനാണ് ഇന്ദ്രജിത്ത്. ജനിച്ചപ്പോൾ തന്നെ ഇടിമിന്നൽ പോലുള്ള ശബ്ദമുണ്ടാക്കിയതിനാൽ ഇന്ദ്രജിത്തിനെ ആദ്യം വിളിച്ചിരുന്നത് മേഘനാഥൻ എന്നായിരുന്നു. ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിനാലാണത്രേ അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്ന പേര് ലഭിച്ചത്. അത്യന്തം ശക്തനായ ഒരു യോദ്ധാവും മായാവിദ്യകളിൽ അഗാധ പ്രാവീണ്യമുള്ള ഒരു വിദഗ്ധനുമാണ് രാവണന്റെ മകനായ ഇന്ദ്രജിത്ത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്കെല്ലാവർക്കും രാക്ഷസ കുലോൽപത്തിയെക്കുറിച്ച് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്തേ.